പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് വിശുദ്ധ ബൊനവെന്തൂര പുണ്യാളൻ്റെ തിരുനാളാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വേദപാരംഗത. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഒബിയച്ചൻ്റെ പുസ്തകത്തിൽ വായിച്ചൊരറിവുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരുടെയും തലയിൽ കൈവച്ച് പറഞ്ഞിരുന്ന വാക്കാണ് ബൊനെ വെന്തൂരെ. എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവട്ടെ, എല്ലാം നല്ലതായിരിക്കട്ടെ. ഇതാണ് ആശംസ. ആ പുണ്യാളൻ്റെ കരസ്പർശനമേൽക്കുന്ന മനുഷ്യർക്കൊക്കെ അതുപോലെ തന്നെ സന്തോഷവും സമാധാനമായിട്ടൊക്കെ മടങ്ങിപ്പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ തോളിലിങ്ങനെ വാടിയ ചെമ്പിൻ തണ്ട് പോലെ കിടക്കുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ടുവരുന്നു. 2-3 ദിവസത്തെ ആയുസ് മാത്രം വൈദ്യശാസ്ത്രം വിധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞ്. പുണ്യാളനിതൊന്നും അറിയാതെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചും പ്രാർത്ഥിക്കുന്നുണ്ട്, ബൊനെ വെന്തൂരെ, നിനക്ക് സൗഖ്യം ഉണ്ടാവട്ടെ, എല്ലാം നല്ലതായിരിക്കട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. വിശുദ്ധൻ്റെ കരസ്പർശം വഴി 3 പിന്നീട് ഒരു അസുഖവും വരാത്ത വിധത്തിൽ ഈ കുഞ്ഞ് ആരോഗ്യവാനായി നിൽക്കുമ്പോൾ അതിനോടുള്ള കൃതജ്ഞതയായി അവരിടുന്ന പേരാണ് ബൊനവെഞ്ചൂർ. പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വേദപാരംഗതനായി മാറിയ വിശുദ്ധ ബൊനവെന്തൂര. ദൈവം നൽകിയ നന്മകൾ, അനുഗ്രഹങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് ആ കുഞ്ഞിന് അതേ പേരിട്ട മാതാപിതാക്കളുടെ ഓർമ്മയിൽ നിന്നിട്ട് വേണം ഇന്നത്തെ സുവിശേഷം ധ്യാനിക്കാനായിട്ട്. നിങ്ങൾക്ക് ദുരിതം എന്ന് കർത്താവ് പറയണതിന് ഒരു കാരണമേ ഉള്ളൂ. നിങ്ങളിൽ നടന്നിരുന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അതെപ്പോഴേ ഇങ്ങനെ ചാരം പൂശി ചാക്കുകൊടുത്ത് അനുദപിക്കുമായിരുന്നു എന്നാണ് പറയണേ. കുടുംബത്തിൽ കർത്താവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തു നോക്കുക. ഇങ്ങനെയൊരു കുടുംബം കെട്ടിപ്പൊക്കാനായിട്ട് കർത്താവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ആര് കരുതിയെന്നേ ഇത്രയും വലിയൊരു മനോഹരമായ വീട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഈ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായൊരു ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ലേ? ഇങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യർ മക്കളില്ലാത്ത വേദനയിൽ വാവിട്ട് നിലവിളിക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്കായിട്ട് കുഞ്ഞുങ്ങളെ തന്നിട്ടില്ലേ കർത്താവ്? അനാഥര കുഞ്ഞുങ്ങൾ ഓരോ നിമിഷവും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ നിങ്ങളുടെ സ്വന്തമെന്ന് അമ്മ എന്ന് വിളിക്കാനായിട്ട് മാതാപിതാക്കളെ തന്നിട്ടില്ലേ? കൃത്യമായിട്ട് വഴി നടത്താനായിട്ട് ഓർമ്മപ്പെടുത്തലുകളും ഉപദേശങ്ങളുമായിരിക്കാൻ പ്രായമുള്ള മാതാപിതാക്കൾ, ഒപ്പം നിന്ന് ബലം തരാനായിട്ട് സഹോദരങ്ങൾ. ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് കിട്ടാത്തത് എന്താ? എല്ലാം ഉണ്ടായിട്ടും അതിനെ പ്രതി നന്ദി പറയാതെ ഇങ്ങനെ പരാതിപ്പെട്ടികളായി ജീവിക്കുമ്പോൾ കർത്താവ് പറയും, നിങ്ങൾക്ക് ദുരിതം. പറഞ്ഞില്ലേ, കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ അത് മറന്നു പോകാതിരിക്കാനായിട്ട് ആ കുഞ്ഞിന് ആ പേരിട്ട മാതാപിതാക്കൾ. ആ കുടുംബത്തിന് അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹമായിട്ടൊരു വിശുദ്ധനാണ് വളർന്നു വരുന്നത്. പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരു നല്ലതും സംഭവിക്കുന്നില്ല, ഒരു നന്മയ്ക്കും നമ്മൾ വഴി തുറക്കുന്നില്ല എന്നുള്ളതാണ്. പരാതികളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ശരിയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. ഭർത്താവിനുള്ള കുറവുകൾ, ഭാര്യയ്ക്കുള്ള കുറവുകൾ, മക്കൾ അനുസരിക്കാത്തത്, മാതാപിതാക്കളുടെ കുറവുകൾ, നമ്മളുടെ വൈബിനൊത്ത് വരാത്തത്, ഇങ്ങനെ തളർന്നു കിടക്കുന്ന അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഓർക്കുന്നേ. കരം കൂപ്പി കണ്ണ് നിറഞ്ഞു നിൽക്കാനും മാത്രം അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും ഈ കുടുംബത്തിൽ നമ്മൾക്ക് ഇങ്ങനെ സ്നേഹമായും കരുതലായും ഒക്കെ വാത്സല്യമായും ഒക്കെ കിട്ടിയിട്ട് നമുക്ക് പിന്നെയും പരാതി പറയാനേ ഉള്ളൂ. കർത്താവെ, അങ്ങ് തന്ന ഈ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ കരം ചേർത്ത് പിടിച്ചിരുന്ന് നന്ദി പറയാണ്. പരസ്പരം ഇങ്ങനെ അങ്ങ് തന്ന ഈ സ്നേഹത്തിനെ ഓർത്ത്, ഇപ്പോഴും ഒന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നതിനെ ഓർത്ത്, പരസ്പരം ഇങ്ങനെ അകന്നു പോവാതെ ജീവിക്കാൻ പറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയാനാണെങ്കിൽ തീരാത്തത്ര കാര്യങ്ങളുണ്ടെന്ന്. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ എന്ന് ഒരാൾ ആ വരി എഴുതുമ്പോൾ ഒരു കുടുംബത്തെ കണ്ടിട്ടായിരിക്കും അത് എഴുതിയിരിക്കുന്നതെന്നാണ് തോന്നണേ. ശരിക്കും അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടേ. തമ്പുരാനെ, നന്ദിയോടുകൂടെ ആയിരിക്കാൻ, അങ്ങ് തന്ന ഈ വലിയ കുടുംബം എന്ന് പറയുന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാൻ, ഇവിടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ ബന്ധങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കാൻ,
ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞതയുള്ളവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. വചനം അപ്പസ്തോലനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, എല്ലാ കാര്യങ്ങളിലും കർത്താവിന് കൃതജ്ഞത പ്രകാശിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം എന്ന് പറയുന്ന മഹാദാനത്തെ ഓർത്ത്, വലിയ സമ്മാനത്തെ ഓർത്ത് നമുക്കൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങണ്ടേ? ഉള്ളു നിറഞ്ഞ കൃതജ്ഞതയോടുകൂടെ ഈ കുടുംബത്തെ മുഴുവനും ഈശോയുടെ പാദാന്തികത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൃതജ്ഞതയോടും കൂടെ അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഉള്ളു നിറഞ്ഞ കൃതജ്ഞതയോടുകൂടെ വേണമെന്ന് ഈ കിടക്കയിലേക്ക് പോവാനായിട്ട്. മരിച്ചു പോവാണെങ്കിൽ കൂടെ ഈ കൃതജ്ഞതയോടുകൂടെ മരിക്കുന്ന മനുഷ്യര് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. ഉള്ളു നിറഞ്ഞ പരാതിയുമായിട്ട് അസ്വസ്ഥതയോടുകൂടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിന് പകരം സ്വസ്ഥമായ ഉറക്കം വേണോ? കർത്താവ് ഇന്ന് തന്ന അനുഗ്രഹങ്ങളെ മാത്രം എണ്ണിയെടുക്കുക, അതിന് നന്ദി പറയുക. ഉറപ്പായിട്ട് ഇത് 100% ഉറപ്പാണ്, നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങും. ഉള്ളു നിറഞ്ഞ കൃതജ്ഞതയോടുകൂടെ കിടക്കകളിലേക്ക് മടങ്ങാം. നമുക്ക് കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.